ശ്രീമദ് ഭാഗവതം ക്ലാസ് 281. നമ്മളിന്ന് സ്കന്ധം 10 രണ്ടാം ഭാഗത്തിലെ 79ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. അത് ബല്യവധമാണ്. ഇത് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഋഷികൾക്ക് ചില പ്രയാസങ്ങളെല്ലാം ഉണ്ടാവുന്നു, അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ ബലരാമൻ അത്തരത്തിലുള്ളൊരു കാര്യമായിട്ട് ഇതിനെ കാണണം. അത് വെളുത്തുവാവൻ നാളിലെ മുഹൂർത്തമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചില ഗ്രഹങ്ങളുടെ ദുഷ്ടവശം അല്ലെങ്കിൽ അതിന് ചില ദൂഷ്യവശങ്ങളുണ്ട്. അതുകൊണ്ടാണ് വാവുന്നാളിലൊന്നും വിവാഹ മുഹൂർത്തം മറ്റുള്ള പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളൊന്നും നിശ്ചയിക്കാത്തത്. അതിനെപ്പറ്റിയുള്ള ഒരു പരാമർശമായിട്ട് കാണുന്നു. അവിടെ ഇവിടെ എല്ലാത്തിനെയും നമുക്ക് ദോഷമാവുന്നുള്ളത് അസുരനായിട്ട് ചിത്രീകരിക്കും. അതിനെ ബലരാമൻ നേരിടുക എന്നുള്ള നമ്മൾ ബലം കൊണ്ട് തന്നെയാണ് അതിനെ നേരിടേണ്ടത്. അത്തരം പ്രശ്നങ്ങളെയെല്ലാം നമ്മളെ ബലം കൊണ്ട് നേരിടണം. ആ നിലയിൽ അതിനെ കണ്ടാൽ മതി. ഇപ്പം ഭാവ ദിവസം വന്നപ്പോൾ അത്യുഗ്രമായ മൺപൊടികളാലും ദുർഗന്ധവായുവിനാലും എല്ലാ ദിക്കിലും മൂടപ്പെട്ടു. നമുക്കറിയാം വാവനാളില് ആസ്മ രോഗമെല്ലാം കൂടും. ആസ്മയുള്ളവർക്കറിയാം വാവ് വരുമ്പോൾ രോഗം കൂടുന്നത്. ആസ്മ എന്ന് പറഞ്ഞാൽ അലർജിയാണ്, പൊടിപടലങ്ങളെ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. പൊടിപടലങ്ങൾ അന്നേരമാണ് ഈ വാവ് വരുമ്പോഴാണ് ഇത് ദോഷം കൂടുതൽ ചെയ്യുന്നത്. അലർജി, പൊടി, എന്തെങ്കിലും പൊടി, അന്തരീക്ഷ മലിനീകരണം, ഇതെല്ലാം കൊണ്ടുള്ള ദൂഷ്യം വാവിലാണ് കൂടുന്നത്. അല്ലാത്ത ദിവസം അങ്ങനെ ഇല്ല. അപ്പം വാവുമായിട്ട് ബന്ധമുണ്ട്, അലർജിയായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് പറയുന്നുണ്ട്? അത്യുഗ്രമായ പൊടിപടലം മൂലവും ദുർഗന്ധ വായുവിൻ്റെ ദൂഷ്യം മൂലവും എല്ലാ ദിക്കിലും മൂടപ്പെട്ടു. പിന്നെ ബല്യലാസുരൻ. അപ്പം ആ അസുരൻ്റെ അസുരന് ഒരു പേര് കൊടുത്തു, ബല്യലാസുരൻ. ഉണ്ടാക്കപ്പെട്ട ഭയങ്കരമായ മഴയോടുകൂടി വാവുന്നാളുകളിൽ മഴ പെയ്യുകയാണെങ്കിൽ അത് വളരെ കാലം നിലനിൽക്കും. മറ്റുള്ള സമയങ്ങളിൽ പെയ്യാണെങ്കിൽ പെട്ടെന്ന് പോകും. പക്ഷേ വാവുമായിട്ട് അടുത്ത് വരുന്ന മഴയാണെങ്കിൽ അത് കുറേ കാലം നിലനിൽക്കും. അപ്പം അതേ ശൂലം ധരിച്ചുകൊണ്ട് അവൻ യാഗശാലയിലെത്തി. ഈ യാഗം നടത്തുന്നിടത്ത് ശല്യം ചെയ്യാനായിട്ട് എത്തി. 3-4 വലിയ ശരീരവും ചുട്ടുപഴുത്ത ചെമ്പ് പോലുള്ള മുടിയും താടി രോമങ്ങളും അതിൻ്റെ ആകൃതികളും ഭ്രംഷ്ടങ്ങളും ഉഗ്രപുരിയങ്ങളോടുകൂടിയ മുഖവും കണ്ട് ശ്രീ ബലരാമൻ ശത്രുക്കളെ തല്ലിത്തകർക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗദയും പിന്നെ മറ്റുള്ളവരെ മുസലായുധം എന്നാണ് പറയുന്നത്, ഗദ പോലെയുള്ള സാധനം. പിന്നെ അസുരന്മാരെ കൊന്നൊടുക്കുന്ന കലപ്പ വെച്ചിട്ടാണ് കർഷകനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. കാരണം ഇദ്ദേഹം ധീരനായ വ്യക്തികളാണ്. അതുകൊണ്ട് ഒരു അധ്വാനിക്കുന്നതിൻ്റെ പ്രതിനിധിയെ ആ തരത്തിൽ അത് കലപ്പയായിട്ടെല്ലാം ബന്ധിപ്പിച്ച് പറയുകയാണ്. അവ സ്മരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൈമിൽ എത്തി. ഇത് രണ്ടും വേണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ കൈമിലെത്തി. ആ ആകാശസഞ്ചാരിയായ ആ ബ്രഹ്മദ്യോഷിയെ കലപ്പയുടെ അഗ്രം കൊണ്ട് വലിച്ച് താഴെയിട്ട്, അതിനെ വലിച്ചിട്ട് കലപ്പയുടെ ശക്തി കൊണ്ട് വലിച്ച് താഴെയിട്ട് മുസലത്താൽ തലക്കടിച്ചു. വളരെ ലളിതമായിട്ടുള്ള പരിപാടിയാണ്. വലിച്ച് താഴെയിട്ട് ഗദ പോലെയുള്ള സാധനം കൊണ്ട് അടിച്ചു. പൊട്ടിത്തകർന്ന നെറ്റിത്തടത്തോടു കൂടിയ അവൻ രക്തം ഛർദ്ദിച്ചു. ദീനരോധത്തോടെ വജ്രായുധം മലനെ തകർക്കുന്നത് പോലെ നിലത്ത് തർത്താൽ വീഴുന്നത് പോലെ നിലത്ത് കമിഴ്ന്നു വീണു. ഇനി 7. വൃത്രാസുരനെ വധിച്ച ഇന്ദ്രനെ പോലെ മഹർഷിമാർ ബലരാമനെ സ്തുതിച്ചു. അപ്പം മഹർഷിമാരെല്ലാം സ്തുതിച്ചു. പിന്നെ അദ്ദേഹത്തെ കൊണ്ട് സ്നാനം ചെയ്യിപ്പിക്കും. കാരണം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട അവരെ യാഗത്തിന് വേണ്ട പ്രശ്നങ്ങളൊന്ന് മാറ്റിക്കൊടുക്കാനാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ
അദ്ദേഹത്തെ സ്നാനം ചെയ്യിപ്പിച്ചിട്ട് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭാരത ഭൂഖണ്ഡം മുഴുവൻ കറങ്ങണം എന്നാണ് പറഞ്ഞത്, ഒരു വർഷക്കാലം. അപ്പോഴിനി ഈ ബലരാമനിലൂടെ ഭാരതഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട നദികളും പർവ്വതം ഇങ്ങനെയുള്ള ഒരു, നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് എല്ലാം പഠിക്കുമ്പോൾ, പണ്ട് ചെറുതിൽ പഠിക്കുമ്പോൾ പ്രധാന നദികൾ, പ്രധാന തടാകങ്ങൾ, പ്രധാന മലകൾ, ഇങ്ങനത്തെ എല്ലാം പഠിക്കുമല്ലോ, ഭൂമിശാസ്ത്രം. അപ്പം വേദത്തിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ബലരാമൻ സന്ദർശിക്കാൻ പോകുന്ന പോലെ ഈ ഭൂഖണ്ഡത്തിലെ, ഭാരത ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയെല്ലാം പരിചയപ്പെടുത്തുകയാണ്. ആ സ്ഥലങ്ങളെല്ലാം ചില കഥകളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. തീർത്ഥാടനത്തിന് പറ്റിയ തരം സ്ഥലങ്ങളാണ്. ബലരാമന്റെ തീർത്ഥാടനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഭാരതവർഷത്തിൻ്റെ ഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം ഒരു പ്രധാനപ്പെട്ട സംഗതികളെല്ലാം വിവരിക്കുന്നതായിട്ട് ഇതിനെ കണ്ടാൽ മതി. എട്ടില് വാട്ടം തട്ടാത്ത ചന്ദമാര പുഷ്പത്തോടു കൂടിയ വൈജയന്തിമാല, 2 വസ്ത്രങ്ങൾ, ദിവ്യാഭരണങ്ങൾ എന്നിവയെല്ലാം ബലരാമന് മുനിമാര് കൊടുത്തു. സന്തോഷിച്ചിട്ട് അവരത് ചെയ്തു. പിന്നെ അവരുടെ അനുവാദത്തോടു കൂടി ബലരാമൻ ബ്രാഹ്മണരെയും കൂട്ടിയിട്ടാണ് പുറപ്പെടുന്നത്. ഒമ്പതാമത്തേലാണ് കൗശികി എന്ന നദിയിലേക്കാണ് ആദ്യം പോയത്. എന്നിട്ട് അവിടെ പോയിട്ട് സ്നാനം ചെയ്തു. അതിൽ നിന്നും ഒഴുകി വരുന്ന സരയൂ നദിയിലേക്ക് പോയി. അതിൽ നിന്നാണ് സരയൂ നദി ഒഴുകി വരുന്നത്. പിന്നെ ആ നദിയിലേക്ക് പോയി. ഓരോ ദേശങ്ങളിലെ നദികളെയെല്ലാം പരിചയപ്പെടുത്തുകയാണ്. സരയൂ നദിയുടെ വഴിയെ പ്രയാഗയിലെത്തി. അവിടെ നിന്ന് സരയൂ നദിയിൽ നിന്ന് പിന്നെ പ്രയാഗയിൽ അദ്ദേഹം എത്തി. അവിടെ കുളിച്ചു. ദേവതർപ്പണമെല്ലാം ചെയ്തതിന് ശേഷം അവിടെയുള്ള ഹരിക്ഷേത്രത്തിലേക്ക് പോയി. പിന്നെ 14 മുതൽ 15 വരെ പിന്നെ അദ്ദേഹം പോയത് ഗോമതിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഗണ്ഡകിയിൽ പോയി. പിന്നെ വിപാശയിൽ പോയി. അത് കഴിഞ്ഞിട്ട് അവിടെയും സ്നാനം ചെയ്തിട്ട് എല്ലായിടത്തും പോകുമ്പോൾ അവിടെയെല്ലാം സ്നാനം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ശോണകത്തിലെത്തി. അവിടെയും സ്നാനം ചെയ്തു. പിന്നെ ഗയയിലെത്തി. പിന്നെ ഗംഗയും സമുദ്രവും ചേരുന്ന ഇടത്തെത്തി. എന്നിവിടങ്ങളിലെല്ലാം പോകുന്നിടത്തെല്ലാം അദ്ദേഹം സ്നാനം ചെയ്യും. ശേഷം മഹേന്ദ്ര പർവ്വതത്തിൽ പരശുരാമനെ സന്ദർശിച്ചു. ഇപ്പം അവിടെ പരശുരാമൻ ഇരിക്കുകയാണ്. അപ്പം മഹേന്ദ്ര പർവ്വതത്തിൽ പോയിട്ട് പരശുരാമനെ സന്ദർശിച്ചു. പിന്നെ ഗോദാവരി എന്തായി ചെയ്യുന്നുണ്ട്? 7ആയിട്ട് പിരിയുന്നുണ്ട്. എന്നാൽ സമുദ്രത്തിൽ ചേരുന്നുണ്ട്. 7ആയി പിരിഞ്ഞ് സമുദ്രത്തിൽ ചേരുന്ന ഇടമെല്ലാം അദ്ദേഹം സന്ദർശിച്ചു. അതായത് ഓരോ നദികൾ പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്രമാണ് ഈ ദേശത്തിൻ്റെ അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണാറിലും പമ്പാസരസിലെത്തി. അവിടെ നിന്ന് പമ്പാസരസിലെത്തി. പിന്നെ ഭീമരഥിയിലെത്തി. അവിടെയെല്ലാം പോയ ശേഷം അവിടെ ശ്രീ സുബ്രഹ്മണ്യനെ ദർശിച്ചു. അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രമുള്ള ആ സ്ഥലത്ത് പിന്നെ പോയി. പിന്നെ ശ്രീശൈലം എന്ന ശിവക്ഷേത്രത്തിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ശ്രീശൈലം എന്ന ശിവക്ഷേത്രത്തിലേക്ക് പോയി. പിന്നെ ദ്രാവിഡ ദേശത്തെ തിരുവെങ്കടാമലയിലെത്തി. ദ്രാവിഡ ദേശത്തിലേക്ക് വന്നു. തിരുവെങ്കടാമല അവിടെ സന്ദർശിച്ചു. കാമഗോഷ്ഠിയിലെത്തി. പിന്നെ കാമഗോഷ്ഠി എന്ന വിശിഷ്ട
കാഞ്ചീപുരത്തും പിന്നെ കാവേരിയിലേക്കും പോയി. പിന്നെ വിഷ്ണുവിന ശ്രീരംഗം എന്ന പുണ്യക്ഷേത്രത്തിലേക്കും അദ്ദേഹം സന്ദർശനം നടത്തി. പിന്നെ ഋഷഭാചലത്തിലേക്കെത്തി. പിന്നെ അവിടെ നിന്ന് തെന്മധുരയെയും സന്ദർശിച്ചിട്ട് മഹാപാപം നശിപ്പിക്കുന്ന രാമസേതുവിലേക്ക് പോയി. പിന്നെ എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്ന രാമസേതുവിലേക്ക്. അപ്പോൾ അങ്ങ് തിരിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ രാമസേതുവിലേക്ക് പോയി. അപ്പോൾ ഈ എല്ലാ ദേശത്തിൻ്റെയും ആ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഏകദേശം ഒരു ദേശത്തിൻ്റെ ഭൂപ്രകൃതി വിവരിക്കുന്നതായിട്ട് കണ്ടാൽ മതി. അത് ഇദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായിട്ട് പറഞ്ഞു പോവുകയാണ്. അവിടെ സേതുവിലെത്തിയപ്പോൾ 16-17 സേതുവിലെത്തിയപ്പോൾ അദ്ദേഹം 10,000 പശുക്കളെ ബ്രാഹ്മണർക്കെല്ലാം ദാനം ചെയ്തു. അപ്പം അവിടെ എത്തിയിട്ട് ദാനങ്ങൾ 10,000 പശുക്കളെ, അന്നത്തെ കാലത്ത് പശുവാണ് ദാനം, അതുകൊണ്ടാണ് പശുവിനെ പറയുന്നത്. അത് ചെയ്തതിന് ശേഷം കൃതമാല നദിയിലേക്ക് പോയി. അവിടെ നിന്ന് താമ്രപർണിയിലേക്ക് പോയി. പിന്നെ മലയപർവ്വതത്തിലെത്തി. ഇങ്ങനെ ഓരോന്നും കടന്ന് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ആ മലയപർവ്വതത്തിലെത്തിയപ്പോൾ അവിടെ അഗസ്ത്യമുനിയെ അഭിവാദ്യം ചെയ്തു. അപ്പോൾ അവിടെ അഗസ്ത്യമുനി ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് അഭിവാദ്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആശീർവാദം എല്ലാം നേടിയ ശേഷം തെക്ക് സമുദ്രത്തിലേക്ക് പോയി. പിന്നെ നേരെ തെക്കോട്ടേക്കാണ് പോയത്. അവിടെ കന്യ എന്ന ദുർഗാ ഭഗവതിയെ ദർശിച്ചു. കന്യ ഏതാണ്? ദുർഗാ ഭഗവതിയുള്ള കന്യ ഏതാണ്? അതാണ് കന്യാകുമാരി എല്ലായിട്ട് മാറിയിരിക്കുന്നത്. ഇനി 18 പിന്നെ തിരുവനന്തപുരത്ത് വന്ന് മഹാവിഷ്ണു പള്ളി കൊള്ളുന്ന ഇടം പഞ്ചാസ്പരസ് എന്ന തീർത്ഥാടനത്തിൽ കുളിച്ച ശേഷം അവിടെ ഒരു 10,000 പശുക്കളെയും ദാനം ചെയ്തു. 19 പിന്നെ അദ്ദേഹം കേരള ദേശത്തേക്ക് വന്നു. ത്രിഗത്തി ദേശത്തേക്ക് പിന്നെ പോയി പര്യടനം ചെയ്ത്. പിന്നെ പരമേശ്വരൻ ഇരിക്കുന്ന ഗോകർണം എന്ന ശിവക്ഷേത്രത്തിലേക്ക് പോയി. ഒരു സ്ഥലങ്ങളും വിടാതെ പോയിരിക്കുകയാണ്. 20-21 പിന്നെ മഹാംബികയെ ദർശിച്ച ശേഷം ശൂർപ്പരകം എന്ന ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ താപി നദിയിലും അതിനുശേഷം പയോഷ്ടി നദിയിലും സ്നാനം ചെയ്തു. പിന്നെ നിർവിന്ധ്യ നദിയിലേക്ക് ചെന്നിട്ട് അതിലും സ്നാനം ചെയ്തു. അനന്തരം ദണ്ഡകാരണ്യത്തിലെത്തി. അതിനുശേഷം നർമ്മദാ തീരത്തുള്ള മാഹിഷ്മതി എന്ന നഗരത്തിലെത്തിയിട്ട് മനുതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് വീണ്ടും പ്രഭാസ തീരത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ചുറ്റിക്കറങ്ങി അവസാനം പ്രഭാസ തീരത്തിൽ എത്തി. അപ്പോഴാണ് അവിടെ ഒരു കർക്കലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പാപമെല്ലാം തീർന്നു. ഇങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ പാപം തീർക്കാൻ നടന്ന ആ വഴിയെല്ലാം വെച്ചുകൊണ്ടാണ് ഭാഗവതത്തിൽ ഈ ഭാരതദേശത്തിൻ്റെ ഏകദേശ ഘടനയെല്ലാം വിവരിച്ച് തന്നത്. അതായത് ഭൂമിശാസ്ത്രം. അപ്പം വേദങ്ങളിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാത്തിനെ പറ്റി ഓരോ ആളെ വെച്ചുകൊണ്ടെല്ലാം കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ തിരിച്ചെത്തിയപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായശ്ചിത്ത കർമ്മ എല്ലാം കഴിഞ്ഞല്ലോ. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിൽ എല്ലാ ക്ഷത്രിയന്മാർക്കും സംഭവിച്ച നാശത്തെ ബ്രാഹ്മണരിൽ നിന്നും കേട്ടിട്ട് അപ്പം ബ്രാഹ്മണർ പറഞ്ഞാൽ അവിടെ പാണ്ഡവരും കൗരവരും തമ്മിൽ തല്ലിയിട്ട് ക്ഷത്രിയന്മാരെല്ലാം മരിക്കുകയാണെന്ന് കേട്ടിട്ട് ഭൂമിയുടെ കുറഞ്ഞ
കേട്ട് ഭൂമിയുടെ ഭാരം കുറഞ്ഞതായി ബലരാമൻ കരുതി. അപ്പം ഭൂമിയുടെ ഭാരം ഏകദേശം തീർന്നിട്ടുണ്ട്. അയന്മാർ തള്ളി തീർത്തല്ല. എന്നിട്ട് 23 ആ ബലദേവൻ യുദ്ധത്തിൽ ഗദകൾ കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഭീമസേനെയും ദുര്യോധനെയും തടയുവാനായി പിന്നെ കുരുക്ഷേത്രത്തിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ കിടന്നിട്ട് ഭീമസേനനും ദുര്യോധനും തമ്മിൽ ഗദ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എന്നാൽ പിന്നെ അതൊന്ന് പരിഹരിച്ച് കളയാമെന്ന് വെച്ചിട്ട് അദ്ദേഹം പിന്നെ മനസ്സ് പഴയതിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാം വിട്ടറിഞ്ഞ് പോയിട്ടും ഇപ്പോഴും അമ്മാർ തമ്മിൽ അടിക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ ഒന്ന് മധ്യസ്ഥത്തിലൊന്ന് പറഞ്ഞു തീർക്കുക. അദ്ദേഹം ഇതിലൊന്നും താല്പര്യമില്ല, എങ്ങനെയെങ്കിലും പറഞ്ഞങ്ങ് തീർക്കട്ടെ എന്ന നിലയിലെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി. ഇപ്പോഴും ഉക്രൈനും റഷ്യ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മധ്യസ്ഥവും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. വെടിനിർത്തൽ ഇതുപോലെ തന്നെ. എന്നിട്ട് 24 യുധിഷ്ഠിരൻ, ശ്രീകൃഷ്ണൻ, അർജുനൻ, നകുല സഹദേവന്മാർ എല്ലാവരും ആ ബലരാമനെ കണ്ട് ഉടൻ അഭിവാദ്യം ചെയ്തു. ബലരാമനെ കണ്ടപ്പാട് തന്നെ അഭിവാദ്യം ചെയ്തു. എന്തു പറയാൻ ഉദ്ദേശിച്ച് വന്നതാണോ എന്നറിയാതെ പരിഭ്രമിച്ച് ഇദ്ദേഹം ഇനി എന്തു പറയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നതെന്ന് അറിയാതെ ഇപ്പം ചാടിപ്പിടിച്ച് വന്നിരിക്കുകയല്ലേ, എല്ലാം പിടിച്ച് പോയതാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണോ ഇവിടെ ഇപ്പോൾ ഓടിപ്പിടിച്ച് വന്നതെന്നുള്ള സംശയം അവരെല്ലാം പരിഭ്രമിച്ചു. പക്ഷെ ഒന്നും മിണ്ടിയില്ല. കോപത്തോടെ വിജയം നേടും എന്നുള്ള പ്രതീക്ഷയിൽ കയ്യിൽ ഗദയുമായി പലതരത്തിൽ വട്ടം ചുറ്റി യുദ്ധം ചെയ്യുന്ന 2 പേരെയും, അതായത് ആരെല്ലാം, ഭീമനെയും ദുര്യോധനെയും കണ്ട് അവരെ നോക്കിക്കൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഇവർ ക്രോധത്തോടുകൂടി ജയിക്കും, ഓരോളം പേരും ഞാനാ ജയിക്കുക എന്നുള്ള നിലയിൽ പരസ്പരം ഗദ വെച്ചിട്ട് ചുറ്റി വട്ടം കറങ്ങിയിട്ടെല്ലാം അടിക്കുകയാണ്. അപ്പൊ 26 അല്ലയോ സുയോധന രാജാവേ, അല്ലയോ ഭീമസേന, നിങ്ങൾ ഇരുവരും ഒത്ത ബലമുള്ളവരാണ്. നിങ്ങൾ നല്ല ഒത്ത തുല്യ ബലമുള്ളവരാണ്. ഒരുത്തനെ ഉദ്ദേശിച്ച ഭീമനെയാണ്. ഭീമനെ നല്ല ഊക്കുള്ളവനായിട്ടാണ് ഞാൻ കാണുന്നത്. സുയോധനൻ നല്ല അഭ്യാസിയാണ്. ഭീമൻ ഊക്കുള്ളവനാണെങ്കിൽ സുയോധനൻ അഭ്യാസിയാണ്. കാരണം ഇങ്ങേരാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങേര് പഠിപ്പിച്ചാണ്, ബലരാമനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ ശിഷ്യൻ എന്തുപോലെ നല്ല അഭ്യാസിയാണ്. അതായത് ഞാൻ നല്ലോണം പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് എന്നുള്ള നിലയിലായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചത്. കൂടിയവനായി ഞാൻ കരുതുന്നു. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ആകയാൽ വീരന്മാരായ നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ഇവിടെ ജയിക്കുകയോ പരാജയപ്പെടുകയോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ 2 പേരും തുല്യ ബലവാന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ജയിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തോക്കും, ഇന്നാളെ തോക്കുന്നൊന്നും പറയാനൊന്നും എനിക്ക് തോന്നുന്നില്ല. ജയവും തോൽവിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് നിഷ്പ്രയോജനമായ ഈ യുദ്ധം അവസാനിപ്പിക്കുക. അതുകൊണ്ട് വെറുതെ അടിച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ല. ഇതാരും ജയിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഉള്ള സമയം മതിയാക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. 28 അദ്ദേഹത്തിൻ്റെ വാക്കിനെ ബദ്ധവിരോധികളും ദുർവചനങ്ങളും ദുഷ്കൃത്യങ്ങളും ഉള്ളിൽ കുത്തി നിറഞ്ഞിരിക്കുന്നതുമായ അവരിരുവരും സ്വീകരിച്ചില്ല. ഇദ്ദേഹം പറയുന്നത് ഭീമനും കേട്ടില്ല, ദുര്യോധനും കേട്ടില്ല. ഗുരുവാണ് ദുര്യോധനൻ്റെ. 2 പേരും കേട്ടില്ല. ഇദ്ദേഹം പറഞ്ഞിട്ട് ഒരു പുല്ല് വരികയില്ല. തൻ്റെ വാക്കിനെ നിരാകരിച്ചത് കണ്ട് വിധി വിപരീതമാണെന്ന് കരുതിയ ബലരാമൻ, വിധി വിപരീതമാണ്, വിധി എല്ലാം കാലം തലതിരിഞ്ഞ് കിടക്കുകയാണ്, ഇവന്മാരോടൊന്നും ഞാൻ പറഞ്ഞിട്ട് കാലം മാറി, എൻ്റെ റോളെല്ലാം തീർന്ന് എന്ന് ആർക്കും എൻ്റെ മനസ്സിലായി. ബലരാമന് മനസ്സിലായി. ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കുന്ന അവസ്ഥ അതെല്ലാം പണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, എൻ്റെ റോളെല്ലാം കഴിഞ്ഞു. അതായത് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടേക്കോടും സന്യാസിക്കാൻ പോകണം. അത്ര വയസ്സൊന്നും ആയിട്ടില്ല. ബലരാമൻ നേരെ അവിടെ നിന്ന് ഒരൊറ്റ പോക്ക് ദ്വാരകയിലേക്ക് തിരിച്ചങ്ങ്
പോയി. ഉഗ്രസേനോടും സ്വജനങ്ങളോടും കൂടി സന്തോഷപരമായി ഭവിച്ചു. അവിടെ പോയിട്ട് ഉഗ്രസേനോടും ബലരാമനോടും ഉള്ള സ്വജനങ്ങളോടും കൂടി നല്ല സന്തോഷത്തിൽ കുറച്ചു കാലം വസിച്ചു. സകല കലഹദോഷവും അകന്ന അദ്ദേഹം ശാന്തനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ദോഷങ്ങളും കലഹിക്കുന്ന സുഖം എല്ലാം തീർന്നു. വീണ്ടും നൈമിഷാരണ്യത്തിലെത്തി. പിന്നെ അദ്ദേഹം ആദ്യം നൈമിഷാരണ്യത്തെ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ എത്തി. മഹർഷിമാർ അദ്ദേഹത്തെ സകലവിധ യജ്ഞങ്ങളാലും യോജിപ്പിച്ചു. അങ്ങനെ കൊണ്ട് വേണ്ട ചെയ്യേണ്ട എന്തെല്ലാമാണെന്ന് വെച്ചാൽ അതെല്ലാം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചു. 31. ശ്രീ ബലരാമൻ മഹർഷിമാർക്ക് വിശുദ്ധമായ വിജ്ഞാനത്തെ ദാനം ചെയ്തു. അപ്പൊ ഇദ്ദേഹത്തിന് അറിയുന്ന ജ്ഞാനം അദ്ദേഹത്തിന് ദാനം ചെയ്തു. എന്താണ് ആ ജ്ഞാനം? ആ വിജ്ഞാനം കൊണ്ടാണ് ഈ വിശ്വത്തെ ആത്മാവിലും ആത്മാവിലെ വിശ്വവ്യാപിയായും അറിഞ്ഞത്. ആ ജ്ഞാനം എന്ത് ജ്ഞാനമാണ്? ആ ജ്ഞാനം കൊണ്ട് വേണം വിശ്വത്തെ മുഴുവൻ ആത്മാവിലറിയണം. ഈ വിശ്വം മുഴുവൻ ആത്മാവിലാണ്, പരമാത്മാവിൽ നിന്നുണ്ടായതാണ്. ആ പറഞ്ഞതിനടുത്ത് ഒരു വീട് എന്ന് പറയുന്നത് അതിൻ്റെ പ്ലാനാണ്. ആ പ്ലാൻ ആദ്യം ഒരു പ്ലാനാണ് ഉണ്ടാവുക. ആ പ്ലാനിൽ നിന്നാണ് വീടുണ്ടായി വരുന്നത്. ആത്മാവിലെ വിശ്വത്തിലും അറിയണം. അപ്പോൾ ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ആ പ്ലാനിനാണ് ആത്മാവ് എന്ന് പറയുന്നത്, പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പരമാത്മാവാണ്, ഒരു പ്ലാനാണ് വീടായിട്ട് മാറുന്നത്. ആ വീടിനെ പ്ലാനായിട്ട് കാണാൻ പറ്റണം. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു പ്ലാനിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. പ്രപഞ്ചത്തിനൊരു പ്ലാനുണ്ട്. ഓരോ ഘട്ടത്തിലും ഇങ്ങനെ സൃഷ്ടിച്ച് കൊണ്ടുവരണം. ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ തത്വം പഠിപ്പിച്ച വ്യക്തിയാണ് ആര്? ബലരാമൻ. പിന്നെ തൻ്റെ 32 പിന്നെ തൻ്റെ പത്നിയോടൊത്ത് സ്നാനാദികളെല്ലാം കഴിച്ചിട്ട് ശോഭന വസ്ത്രങ്ങളെല്ലാം ധരിച്ച് ജ്ഞാനികൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരോടുകൂടി ബലരാമൻ പൂർണ്ണ നിലാവുള്ള ചന്ദ്രനെ പോലെ ശോഭിച്ചു. പിന്നെ അദ്ദേഹം സുഖമായിട്ട് ഭാര്യയും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലായിട്ട് സുഖമായിട്ട് അങ്ങനെ ബാക്കി കാര്യമല്ലേ. ഇനിയിപ്പോൾ കൃഷ്ണൻ നോക്കട്ടെ, എൻ്റെ കാലം കഴിഞ്ഞു, എൻ്റെ റോള് തീർന്നു. ഞാൻ പറഞ്ഞാലും അവിടെ ആരും കേൾക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഇതെന്നെല്ലാം വിട്ട് ഭാര്യയും സുഹൃത്തുക്കളും മക്കളും എല്ലായിട്ട് സുഖമായിട്ട് കഴിഞ്ഞു. ബലശാലിയും വിനാശരഹിതനുമായ മനുഷ്യനായ ബലരാമൻ ഇപ്പം ഒരു മനുഷ്യൻ്റെ അവസ്ഥയിൽ വേറെ മോശം സ്വഭാവങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെയുള്ള ഈ ബലരാമൻ്റെ അത്ഭുത കർമ്മങ്ങൾ ഇനിയും കുറേ പറയാനുണ്ട്. ഇപ്പോഴാണ് ഈ അവസ്ഥയിലെത്തി എല്ലായിട്ട് കുടുംബമായിട്ട് ജീവിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷെ അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഇനിയും കുറേ വിശേഷങ്ങളെല്ലാം പറയാനുണ്ട് എന്ന് പറയുകയാണ്. ആരോട്? പരീക്ഷിത്ത് രാജാവോട്. എന്നിട്ട് 34 പറയുകയാണ്, ആശ്ചര്യകരമായ കർമ്മങ്ങളോടുകൂടിയും ആദിശേഷ അവതാരമായ ബലരാമൻ്റെ കർമ്മങ്ങളെ, ആശ്ചര്യകരമായ കർമ്മങ്ങൾ ചെയ്തു. ഇതുവരെ പറഞ്ഞ ആശ്ചര്യകരമായ കർമ്മങ്ങളും ആദിശേഷൻ്റെ അവതാരമായിരിക്കുന്ന ബലരാമൻ്റെ കർമ്മങ്ങളെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം അനുസ്മരിക്കുകയാണെങ്കിൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഇഷ്ടപ്പെട്ടവനായി ഭവിക്കും എന്ന് പറയുകയാണ്. ആരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ വീരകൃത്യങ്ങളെല്ലാം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓർക്കുകയാണെങ്കിൽ സ്മരിച്ചാൽ മതി. സ്മരിച്ചാൽ അവരെല്ലാം ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഇഷ്ടപ്പെട്ടവരായിട്ട് ഭവിക്കും.